കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായി. കാര്യം ഇതാണ്, തമിഴ്നാട്ടിലെ രോഹിണി സിൽവർ സ്ക്രീനിൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ കാണാനായി വന്ന ആളുകൾക്കെല്ലാം അജിത്ത് ആരാധകർ വിക്സ് മുട്ടായും ഹോൾസും നൽകിയെന്നായിരുന്നു ആ വാർത്ത. ആദ്യം കേൾക്കുമ്പോൾ ഇതെന്ത് എന്ന് തോന്നിക്കുന്ന വാർത്ത. എന്നാൽ സിനിമയുടെ ആദ്യ പ്രദർശനം തുടങ്ങിയത് മുതലുള്ള തിയേറ്റർ റെസ്പോൺസ് വീഡിയോകൾ കണ്ടാൽ മനസ്സിലാകും ആരാധകർ ചെയ്തതിൻ്റെ പൊരുൾ. വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ഇഷ്ടതാരം അയാളുടെ ഫുൾ പവറോടുകൂടി തിരിച്ചെത്തിയ സിനിമയെ അവർ ആഘോഷമാക്കി. അജിത്ത് എന്ന സൂപ്പർ താരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ആദിക് രവിചന്ദ്രൻ എന്ന ഫാൻ ബോയ് ഒരുക്കിയിറക്കിയ ചിത്രം ആരാധകരെ ആവേശത്തിൽ ആറാടിച്ചു. ഗുഡ് ബാഡ് അഗ്ലി ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുമ്പോൾ അവിടെ അജിത്ത് എന്ന താരത്തിന്റെ സ്വാധീനം കൂടിയാണ് തെളിയിക്കപ്പെടുന്നത്. കരിയറിന്റെ ആദ്യകാലം മുതൽ പരാജയങ്ങൾ എന്നും അജിത്തിനൊപ്പമുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം തൊട്ടടുത്ത സിനിമകളിൽ താൻ ശരിക്കും ആരാണെന്ന് അയാൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. മങ്കാത്ത എന്ന സിനിമയിലൂടെ ഒരു നായകന്റെ വാർപ്പ് മാതൃകകളെ പൊളിച്ചെഴുതിയ അയാൾ പിന്നീട് വന്ന സിനിമകളിലെല്ലാം അത് തുടർന്നു. എന്നാൽ അവയിൽ പലതും തട്ടുപൊളിപ്പൻ മസാല സിനിമകൾ മാത്രം ഒതുങ്ങിപ്പോവുകയും മോശം പ്രകടനങ്ങൾ പിന്തുടരുകയും ചെയ്തതോടെ അജിത്തിനും പിന്നോട്ട് പോകേണ്ടി വന്നു. അപ്പോഴും ബോക്സ് ഓഫീസിൽ അജിത്തിന്റെ പവർ തെളിയിക്കുന്ന ചില റിലീസുകൾ നടന്നിരുന്നു. എന്നാൽ തല എന്ന ഓമനപ്പേരിൽ ആരാധകർ വിളിച്ചിരുന്ന അജിത്തിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ കാണാൻ കാത്തിരുന്നവർക്കായുള്ള മറുപടിയായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി. ഒരു പക്ക അജിത് ഷോ, അങ്ങനെ ആ സിനിമയെ വിശേഷിപ്പിച്ചാലും തെറ്റില്ല. എടുത്തു പറയാൻ കഥയോ തിരക്കഥയോ ഇല്ലാതെ അജിത്ത് എന്ന സൂപ്പർ താരത്തിന്റെ ഇമേജിനെ മാത്രം വിശ്വസിച്ച് പൂർത്തിയാക്കിയ ചിത്രം തിയേറ്ററിൽ ആ പണി ഭംഗിയായി നിർവഹിച്ചു. ഇടക്കാലത്ത് രൂപത്തിന്റെ പേരിലും തടിയുടെ പേരിലും അജിത്തിന് കേൾക്കേണ്ടി വന്ന പഴി ചെറുതൊന്നുമല്ല. വലിമയും അവസാനമിറങ്ങിയ വിടാമുയർച്ചയിലടക്കം അജിത്ത് വളരെ അവശനായിരുന്നു കാണപ്പെട്ടത്. സ്ക്രീൻ പ്രസൻസിന്റെ എക്സ്ട്രീം എന്ന് വിളിക്കാൻ പറ്റുന്ന ആ മനുഷ്യനെ, അയാളുടെ ആ ഓറയെ ഒട്ടും ഉപയോഗിക്കാതെ വന്ന ഈ സിനിമകൾ അജിത്തിന് നൽകിയ പേരുദോഷവും ചെറുതല്ല. അതിൽ വിടാമുയർച്ചയാകട്ടെ വളരെ കാലത്തിന് ശേഷം ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തിയ അജിത്ത് സിനിമയുമായി. ആ ഇടത്തേക്കാണ് ഗുഡ് ബാഡ് അഗ്ലി എത്തിയത്. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ എനർജിയിൽ പോയ ചിത്രം അജിത്തിന് അഴിഞ്ഞാടാനുള്ള കൃത്യമായ സ്പേസ് നൽകുന്നുണ്ട്. ഒരു അജിത്ത് ആരാധകൻ തൻ്റെ ഇഷ്ടതാരത്തിനായി അറിഞ്ഞു നൽകിയ ട്രീറ്റ്. അടിമുടി അജിത്ത് റെഫറൻസുകളും നല്ല കിൻഡൽ ഫൈറ്റുകളുമായി ആരാധകർക്ക് ആടിത്തിമിർക്കാനൊരു പടം. ഇതിലെ ബോണസ് പോയിന്റ് അജിത്ത് എന്ന താരത്തിനെ വളരെ കാലത്തിന് ശേഷം ഏറ്റവും സ്റ്റൈലിഷായി അവതരിപ്പിച്ചതിനാണ്. 4ൽ കൂടുതൽ ലുക്കിലാണ് ചിത്രത്തിൽ അജിത്ത് എത്തുന്നത്. അതിൽ തന്നെ ഫ്ലാഷ് ബാക്ക് ഭാഗത്തെ പഴയ കാലത്തെ ലുക്ക് ഇതിനോടകം ട്രെൻഡായി കഴിഞ്ഞു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലായിരുന്നു അജിത്ത് ഈ ലുക്കിലേക്ക് എത്തിയെന്നതും കൈയടി അറിയിക്കുന്നു. വെറും 3 ദിവസം കൊണ്ടാണ് ഗുഡ് ബാഡ് അഗ്ലി 100 കോടി നേടിയെടുത്തത്. കേരളത്തിലും സിനിമയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടിയിലധികമാണ് സിനിമ ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത്. മുൻ ചിത്രമായ വിടാമുയർച്ചയുടെ ആഗോള കളക്ഷനെ ഇതിനോടകം ഗുഡ് ബാഡ് അഗ്ലി മറികടന്നു. ചിത്രത്തിൽ ഷൈൻ ടോമിന്റെ കഥാപാത്രം അജിത്തിന്റെ AK-യെക്കുറിച്ച് പറയുന്നൊരു ഡയലോഗുണ്ട്. മൊത്തം മലേഷ്യവും അവരോട് താൻ. ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ മലേഷ്യയും തമിഴ്നാടും കേരളവും കർണാടകയും എല്ലാം കൈപ്പിടിയിലാക്കാൻ ഒരൊറ്റ സിനിമ മതിയെന്ന് ആരാധകരുടെ തല അജിത്ത് തെളിയിച്ചിരിക്കുകയാണ്.